സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഷൈൻ പോലീസിന് മൊഴി നൽകി. ഷൈൻ ടോം ചാക്കോയെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് പതിയെ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. നിലവിലുള്ള മൊഴി വിശദമായി പരിശോധിക്കും. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ശേഷം പുതിയ തീയതി നടനെ അറിയിക്കും. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ നടനെതിരെ കൂടുതൽ വകുപ്പ് ചുമത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. അതേസമയം ലഹരി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് സൂചന. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു കഴിഞ്ഞു. അറിയപ്പെടുന്ന പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമെന്നുമാണ് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. തനിക്ക് ലഹരി നൽകുന്നത് സിനിമാ രംഗത്തെ അസിസ്റ്റന്റുമാരാണെന്നും അതിന് അവർക്ക് പണം നൽകുമെന്നും ഷൈൻ മൊഴി നൽകി. പരിശോധനകൾ ശക്തമായതോടെ കഴിഞ്ഞ ഒരു മാസമായി സിനിമാ സെറ്റുകളിൽ ലഹരി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും ഷൈൻ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിനുശേഷമാകും ചോദ്യം ചെയ്യലടക്കം കൂടുതൽ നടപടികൾ. ഷൈനിന്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഗൂഗിൾ പേ വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിച്ചു കഴിഞ്ഞു. ലഹരി ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസ് നീക്കം. 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും ഇടയിലുള്ള തുകകൾ വ്യക്തികൾക്ക് കൈമാറിയ ഇടപാടുകളാണ് പോലീസ് സംശയിക്കുന്നത്. ഇത് ഓരോ വ്യക്തികൾക്കായി അയച്ചിട്ടുള്ള പണമാണ്. ഇത് ഏതെങ്കിലും കടകളിലോ മറ്റാവശ്യങ്ങൾക്കോ നൽകിയതല്ലെന്ന സംശയത്തിലാണ് പോലീസ്. അതേസമയം താൻ പലർക്കും പണം കടം കൊടുക്കാറുണ്ടെന്നും അത്തരത്തിൽ കടം കൊടുത്ത പണമാണിതെന്നുമാണ് നടന്റെ വിശദീകരണം. തന്നെ മാധ്യമങ്ങൾ വേട്ടയാടുന്നുവെന്നും തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുവെന്നും ഷൈൻ ടോം ചാക്കോ ആരോപിക്കുന്നു. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ ഷൈനിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പ് ചുമത്തിയേക്കും. എന്നാൽ വൈദ്യപരിശോധനയ്ക്ക് സ്വയം തയ്യാറായി എത്തിയതിൽ പോലീസിന് സംശയമുണ്ട്. വൈദ്യപരിശോധനയിൽ ലഹരി കണ്ടെത്താതിരിക്കാനുള്ള മറുമരുന്ന് അഥവാ ആന്റിഡോട്ടുകൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം. അങ്ങനെയെങ്കിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രയാസമായിരിക്കുമെന്ന് പോലീസ് പറയുന്നു. ഷൈനോട് കോലഞ്ചേരിയിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും താൽപര്യം പ്രകടിപ്പിച്ചില്ല. പിതാവുമായി ആലോചിച്ച ശേഷം പറയാമെന്നായിരുന്നു മറുപടി. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ ശനിയാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഷൈനെ 5 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് മാതാപിതാക്കളുടെ ആൾജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. നടനെതിരെ NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരവും BNS 238 വകുപ്പ് പ്രകാരവുമാണ് കേസ്. ലഹരി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കും. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു. ദുർബലമായ എഫ്ഐആർ ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈനിന് ലഭിച്ച നിയമോപദേശം. ശരീരസ്രവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷം അനുകൂലമെങ്കിൽ എഫ്ഐആർ റദ്ദാക്കാൻ നിയമ നടപടികൾ തുടങ്ങാനാണ് നീക്കം. ന്യൂസ് 18 കൊച്ചി.